നമ്മുടെ 8ാം ക്ലാസ്സിലെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമായിട്ടാണ് മാഷി വന്നത്. ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് അല്ലേ? ഇതുപോലെ എക്സാം നമുക്ക് ഒരു പാറ്റേൺ തരും. എന്നിട്ട് ആ പാറ്റേണിലെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനും പിന്നെ ആ പാറ്റേണിനെ ജനറൽ ഫോമിലോട്ട് മാറ്റി എഴുതാനും പൊതുരൂപം എന്താണെന്നുള്ള കാര്യം എക്സാമിന് ചോദിക്കും. അപ്പൊ അതിൽ ഉത്തരം എങ്ങനെ എഴുതാനുള്ള കാര്യം പെട്ടെന്ന് നമുക്ക് നോക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ഗീവ് അവേ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യുക, ഒരു 5 ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ നമ്മുടെ കമന്റ് സെക്ഷനിൽ കാണുന്ന ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ഗീവ് അവേ ഫോം എന്നുള്ള ഒരു ഫോം കാണാൻ വേണ്ടി പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ആ ഗൂഗിൾ ഫോമിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഗീവ് അവേയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഗീവ് അവേ വിന്നർ നമ്മൾ എക്സാമിന്റെ തലേ ദിവസത്തിൽ ലൈവ് വരും. അതുപോലെ തന്നെ എക്സാം കഴിയുന്ന ദിവസത്തിൽ ലൈവ് ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോ എല്ലാവരും എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്ത് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ 2 ഗുണമുണ്ട്. അപ്പൊ ഫ്രണ്ട്സിലോട്ടും കൂടി ക്ലാസ് എത്തുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കിട്ടുക. എന്തായാലും ഇതാണ് നമ്മുടെ ചോദ്യം. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു 3. ഈ 3 എന്നുള്ളത് 2ഉം 1ഉം കൂട്ടിയാൽ 2 + 1 ചെയ്താലും കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പാറ്റേൺ അല്ലെ. അതുപോലെ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് വെച്ചാൽ 5 ആണ്, കറക്റ്റ് ആണ് അല്ലെ. 3 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, 3 × 3 ഇത്ര 9. 2 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, 2 × 2 ഇത്ര 4. 9 - 4 9 - 4 എന്താ 5 ആണ്. ഈ 5 എന്നുള്ളത് ഈ 3ഉം 2ഉം കൂട്ടിയാലും കിട്ടും. 3ഉം 2ഉം തമ്മിൽ കൂട്ടിയാൽ എന്താ 5 തന്നെയാണ്. അതുപോലെ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് വെച്ചാൽ 7 ആണ്. 7 എന്നുള്ളത് 4ഉം 3ഉം കൂട്ടിയാലും കിട്ടും. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ പാറ്റേണുകൾ പോകുന്നത് അല്ലേ? ആദ്യം 2 അടുത്തത്, പിന്നെ അതിൽ നിന്ന് എന്താ 2ന്ന് 1 കുറച്ച് നമ്പർ, 2ന് തൊട്ട് മുമ്പുള്ള നമ്പർ ഏതാ 1 അത് കൊടുത്തു. അങ്ങനെ ആ 2ന്റെയും 1ന്റെയും സ്ക്വയറുകൾ തമ്മിൽ ഡിഫറൻസ് എടുത്തു. പിന്നെ 3 അടുത്തത് 2 കഴിഞ്ഞിട്ട് അല്ലെ. 3യും 3ന് 1 കുറച്ച് നമ്പർ എന്താ 2 ആണ് അല്ലേ. ആ 3യും 2ഉം അടുത്തത്. ആ 3ന്റെയും 2ന്റെയും സ്ക്വയറുകളെ ഡിഫറൻസ് അടുത്തത്. പിന്നെ 2ഉം 3യും കഴിഞ്ഞ എന്താ 4 അടുത്തത്. 4 എടുത്തു, 4ന് 1 കുറച്ച് നമ്പർ 3 എടുത്തു. ആ 4ന്റെയും 3ന്റെയും സ്ക്വയറുകൾ തമ്മിൽ കുറച്ചതാണ് ഇവിടെ തന്നത് അല്ലെ. അപ്പൊ അടുത്ത എന്തായിരിക്കും നമുക്ക് ഉറപ്പായിട്ടും പറയാൻ വേണ്ടി പറ്റും. അടുത്ത 2 വരിയിൽ എന്തായിരിക്കും വരിക, ഇവിടെ 2 ഇവിടെ 3 ഇവിടെ 4 ആയതുകൊണ്ട് ഇവിടെ 5 ആയിരിക്കും വരിക. 5ന് 1 കുറച്ച് നമ്പർ എന്താ 4ഉം അതിന്റെ സ്ക്വയറുകൾ തമ്മിൽ കുറച്ചത്. 5ന്റെ സ്ക്വയർ എന്താ 25, 5 × 5 അതാണ് 5ന്റെ സ്ക്വയർ. അപ്പോൾ 4ന്റെ സ്ക്വയർ എന്താ 16. 25 ന് 16 കുറച്ചാൽ എന്താ വരിക, ഇത് രണ്ടും തമ്മിൽ കൂട്ടിയാലും മതി. അതിനായിരിക്കും കിട്ടുക. 5ഉം 4ഉം കൂട്ടിയാൽ എന്താ 5ഉം 4ഉം കൂട്ടിയാൽ 9 ആണ്. എന്ത് ചെയ്താലും 9 ആയിരിക്കും ഉത്തരം കിട്ടുക അല്ലെ. അപ്പൊ അടുത്ത വരിയിൽ എന്തായിരിക്കും വരിക, 2ഉം 3ഉം 4ഉം കഴിഞ്ഞാൽ അടുത്ത് എന്താ 5 വന്നു, കഴിഞ്ഞ് 6 ആയിരിക്കും വരിക. എന്താ അടുത്ത വരിയിൽ എന്തായിരിക്കും വരിക കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ. അപ്പൊ നമ്മൾ കൺബോക്സിൽ ഇടാം കേട്ടോ. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ചോദ്യം അതല്ല, അതിന്റെ ജനറൽ ഫോം പൊതുരൂപം എന്താണ്, പൊതുരൂപം എഴുതുക, അതാണ് ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. എ ക്വസ്റ്റ്യൻ ബാക്കി പൂരിപ്പിക്കാണ് ചോദിക്കും, ബി ക്വസ്റ്റ്യൻ ജനറൽ ഫോം പൊതുരൂപം എഴുതാനായിരിക്കും ചോദിക്കാം. അപ്പൊ അതെങ്ങനെയാണ് എഴുതുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആണ്. ജനറൽ ഫോം എന്ന് വെച്ചാൽ എന്താ, ഇവിടെ കുറച്ച് നമ്പറുകൾ നമുക്ക് തന്നത് അല്ലെ. ആ നമ്പറിന് വരും ഇംഗ്ലീഷ് അക്ഷരമാല ആൽഫബറ്റിക്സ് ഉണ്ടല്ലോ, ABCDEFG. അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ലെറ്റർ നമ്മൾ എടുക്കാം. സാധാരണ ഫ്ലെക്സാൽക്കല് വേണമെങ്കിൽ A എടുക്കാം, B എടുക്കാം, C എടുക്കാം, Z എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഏതെങ്കിലും ഇഷ്ടമുള്ള ലെറ്റർ പറഞ്ഞേ അതെടുത്താൽ മതി. ഇപ്പൊ മാഷിന് ഇഷ്ടമുള്ള ലെറ്റർ പറഞ്ഞാൽ സാധാരണ X ആണ് എടുക്കുന്നത്, അതുകൊണ്ട് മാഷ് X എടുക്കാം. X എടുത്തു. അപ്പൊ ആദ്യത്തെ നമ്പർ നമ്മൾ X എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എടുക്കുന്ന നമ്പറിന് എന്താ ചെയ്യുന്നത്, സ്ക്വയറാ ചെയ്യുന്നത്. അപ്പൊ X എടുക്കുന്നുണ്ടെങ്കിൽ Xന്റെ സ്ക്വയർ ചെയ്യണം അല്ലെ. അതിൽ നമ്മൾ എന്താ കുറയ്ക്കാണ് ചെയ്യുന്നത്. എല്ലായിടത്തും നമ്മൾ ആദ്യം എടുത്ത നമ്പറിന് കുറയ്ക്കാണ് ചെയ്യുന്നത് അല്ലെ. ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ നമ്മൾ കുറയ്ക്കാണ് ചെയ്യുന്നത്. ആ കുറയ്ക്കുന്നത് ഏത് നമ്പർ ആയിട്ടാ, ഇപ്പൊ ഇവിടെയുള്ള ആദ്യത്തെ നമ്പർ നമ്മൾ ഏത് നമ്പർ ആയിട്ടാ കുറയ്ക്കുന്നത്, ഇവിടെയുള്ള നമ്പറിന് 1 കുറച്ച് നമ്പർ ആയിട്ടാണ് അല്ലേ. ഇവിടെ 3 ആണത്. 3 വെച്ചാൽ എന്താ 4 - 1 ആണ്. ഇവിടെ 2 ആണത്. അതെന്താണ്, ആദ്യത്തെ നമ്പർ 1 കുറച്ചതാ. 3 - 1 ആണ് 2. അതിൽ ഇവിടെ 1 ആണത്. അതെന്താ ആദ്യത്തെ നമ്പർ 1 കുറച്ചതാ. 2 - 1 ആണ് 1 അല്ലെ. ഇവിടെ ഏത് നമ്പർ ആണ് എടുത്തത്, അതിന് 1 കുറച്ച് നമ്പർ ആണ് അതിന് കുറയ്ക്കുന്നത്. അപ്പൊ X എടുത്തു കഴിഞ്ഞാല് നമ്മൾ അതിൽ നിന്ന് എന്താ കുറയ്ക്കുന്നത്, X നിന്ന് 1 കുറച്ചാണ് കുറയ്ക്കേണ്ടത് അല്ലെ. X നിന്ന് 1 കുറച്ച് നമ്പർ അത് ഏതാണോ അതിന്റെ സ്ക്വയർ ആണ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പൊ ആദ്യത്തെ നമ്പർ X എടുത്താല് Xന്റെ സ്ക്വയറിന് എന്ത് കുറയ്ക്കണം, X നിന്ന് 1 കുറച്ച് നമ്പർ കുറയ്ക്കണം, അതിന്റെ സ്ക്വയർ കുറയ്ക്കണം. അപ്പൊ ഇതാണല്ലോ അതിന്റെ ജനറൽ ഫോം. ഇത്രയേ ഉള്ളൂ. അത് എന്തിന് ഈക്വൽ ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ആദ്യത്തെ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ നമ്പറും തമ്മിൽ എന്ത് ചെയ്തത്, കൂട്ടിയതിന് ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ആദ്യത്തെ നമ്പർ X എടുത്തെങ്കിൽ രണ്ടാമത്തെ നമ്പർ X - 1 ആണ് അല്ലെ. ഇപ്പോൾ 4 - 3 എടുത്തപ്പോ 4 + 3 3ഉം 2 എടുത്തപ്പോ 3ഉം 2ഉം കൂട്ടിയത്
രണ്ട് മൂന്ന് രണ്ട് മൂന്നും കൂട്ടിയത്. അപ്പൊ എക്സും എക്സ് മൈനസ് വണ്ണും കൊടുത്താൽ എന്താ, എക്സും എക്സ് മൈനസ് വണ്ണും തമ്മിൽ കൂട്ടിയത്. സെറ്റ്. എക്സും എക്സ് മൈനസ് വണ്ണും കൂട്ടിയാൽ എന്താ വരിക, അതും കൂടെ നമ്മൾ എഴുതി വെക്കണം. പ്ലസുകളും മൈനസുകളും മാത്രമാണെങ്കിൽ ഇഷ്ടമുള്ള ഓർഡറിൽ ഉത്തരം എഴുതാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ആദ്യം എക്സും എക്സും ആദ്യം കൂട്ടാം. എക്സും എക്സും കൂട്ടിയാൽ എന്താ 2x അല്ലേ. എക്സ് പ്ലസ് എക്സ് എന്താ 2x. ചക്കി ചക്കി കൂട്ടി 2 ചക്ക, മാങ്ങി മാങ്ങി കൂട്ടി 2 മാങ്ങ പറയുന്ന പോലെ എക്സും എക്സും കൂട്ടിയാൽ എന്താ 2x അല്ലെ. അപ്പൊ ഇത് എക്സും എക്സും ആദ്യം കൂട്ടുക. നമുക്ക് എന്ത് കിട്ടും, 2x എന്ന് കിട്ടും. അപ്പൊ ഇതെന്തായി, 2x മൈനസ് 1 ഇതാണ് അപ്പൊ അതിന്റെ പൊതുരൂപം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 2x മൈനസ് 1 ആയിരിക്കും. അതിന്റെ നമ്മൾ എഴുതുന്നതിന്റെ ജനറൽ ഫോം പൊതുരൂപം എഴുതി. ഇനി ഇത്ര നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനായിരിക്കും വരിക കേട്ടോ. അപ്പൊ അതിന് ജനറൽ ഫോം എന്താണ് കാര്യം ഇവിടെ എളുപ്പത്തിൽ എഴുതി വെച്ചു അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം. നമ്പർ പോരാണ്ട് ലെറ്റർ എടുത്താൽ മതി. പിന്നെ എങ്ങനെയാണ് ഉത്തരം എഴുതുന്നത് നമുക്ക് അത് നോക്കിയിട്ട് ഇപ്പോ ആദ്യത്തെ നമ്പർ എക്സ് എടുത്താല് അതായിട്ട് എന്താണ് മറ്റേ അടുത്ത നമ്പർ ബന്ധം നോക്കുക. ഇവിടെ എക്സ് എടുത്താൽ എക്സ് മൈനസ് 1, ആദ്യത്തെ നമ്പറിന് 1 കുറച്ചാൽ രണ്ടാമത്തെ നമ്പർ. അങ്ങനെ ഓരോ നമ്പറും നമ്മുടെ ബന്ധം നോക്കുക. ആ ബന്ധം വെച്ചിട്ട് നമ്മൾ എക്സ് എടുത്തിട്ടാണ് പറഞ്ഞാൽ മതി. ഇങ്ങനെ എഴുതിയാൽ അതിന്റെ ജനറൽ ഫോം ആയിട്ടോ. ജനറൽ ഫോം എഴുതുന്നത് ഇത്രയും കാലം ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിച്ചത്. ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞ ജനറൽ ഫോം എഴുതുന്നത്. ഇങ്ങനെ എക്സും വൈ ഒക്കെ എടുത്ത് എഴുതുക, അതിനാണ് ജനറൽ ഫോം എന്ന് പറയുന്നത്. അത് ഇഷ്ടമുള്ള എടുത്തെടുക്കാം. അപ്പൊ ഇതുപോലെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഈ ചാനൽ വഴി തരുന്നുണ്ടായിരിക്കും. മാഷ് അതുപോലെ അതിന് നോട്ടുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. താഴെ ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഫ്രീ ആയിട്ടുള്ള നോട്ടുകൾ കിട്ടുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസിന്റെ വീഡിയോ കാണണമെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ലൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിലെ ലിങ്കുകളൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പോയി അയച്ചു തരുന്നതായിരിക്കും. ലിങ്കുകളും നോട്ടുകളൊക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പോയി അയച്ചു തരുന്നതായിരിക്കും. എക്സാമിന് മെറ്റീരിയൽസ് ഒക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എല്ലാ ക്ലാസ്സിലെ ലിങ്കും നോട്ടുകളും ഒക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പോയി നിങ്ങൾക്ക് അയച്ചു തരും. പിന്നെ അതുപോലെ തന്നെ ഇനി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പഠിക്കണം. ഇപ്പൊ അതായത് വലിയ വലിയ ക്ലാസ്സിലൂടെ പോകുമ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് മാത്സ് പഠിക്കേണ്ടി വരും അല്ലേ. ഓണം എക്സാമിന് പോലും ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും. മനസ്സിലാക്കി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. മാത്സ് അത്രയും ബുദ്ധിമുട്ടാക്കാണ്ടി പോവാൻ. അപ്പൊ വലിയ വലിയ ക്ലാസ്സുകൾ പോകുമ്പോൾ നമുക്ക് മാത്സ് ആകെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ മാത്സ് എളുപ്പമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ മാത്സിന്റെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യട്ടെ. അതുപോലെ എളുപ്പമാവുന്ന രൂപത്തിൽ എല്ലാ കാര്യം മനസ്സിലാക്കി പറയുന്നുണ്ടായിരിക്കും. മാത്സിന്റെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ 999 രൂപയുള്ളൂ. അങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏത് കോഴ്സിലോട്ടാണ് ജോയിൻ ചെയ്താൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് കുറച്ച് ചാപ്റ്ററുകളെ ബുദ്ധിമുട്ടുള്ളൂ. ആ ചാപ്റ്ററുകൾ എടുത്ത മാസത്തിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ 199 രൂപ ചാപ്റ്റർ എടുത്ത മാസത്തിലോട്ട് മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ എക്സാമിന്റെ കോഴ്സിലോട് ജോയിൻ ചെയ്യണം. എക്സാമിന്റെ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും പരിചയപ്പെടണം. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടണം. അതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടണം. അതുപോലെ അത് നോക്കി പഠിച്ച് മാഷ് ഡൗട്ട് ഒക്കെ ചോദിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ എക്സാമിന്റെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാം. 149 രൂപയ്ക്ക് എക്സാമിന്റെ കോഴ്സിലും ജോയിൻ ചെയ്യാം കേട്ടോ. എന്തിനും പറ്റി ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തായാലും ഇങ്ങോട്ടുള്ള കൂടുതൽ ക്ലാസ് ആയിട്ട് കാണാം. നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ബാക്കിയുള്ളവർ പറഞ്ഞു കൊടുക്കാം കേട്ടോ. കമന്റ് ബോക്സിലില്ല. നമുക്ക് എന്തായാലും ക്ലാസ് ആയിട്ട് കാണാം. തൽക്കാലം മാഷ് പോവാണ്. ബൈ ബൈ.